വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായി. പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പിനിടെ 14 മണിക്കൂറോളം നീണ്ട മാരത്തൺ ചർച്ചയ്ക്കും വോട്ടെടുപ്പിനൊടുവിലാണ് ബിൽ പാസായത്. 288 പേർ ബില്ലിനെ പിന്തുണച്ചപ്പോൾ 232 പേർ എതിർത്തു. ബിൽ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. രാജ്യസഭ കൂടി കടന്നാൽ ബിൽ നിയമമാകും. एक पर विचार किया जाए, जो सदस्य इसके पक्ष में हाँ गए, जो सदस्य विरोध में ना गए, मेरे विचार में निर्णय डिवीजन अब मतदान. വഖഫ് ഭേദഗതി ബില്ലിൽ ഇന്നലെ ഉച്ചയ്ക്ക് 12:06 തുടങ്ങിയ ചർച്ച രാത്രി 1:56 വരെ നീണ്ടുനിന്നു. എംപിമാർ തമ്മിലുള്ള വാക്പോരുകൾക്കും നാടകീയ രംഗങ്ങൾക്കും സഭ സാക്ഷ്യം വഹിച്ചു. ചർച്ച പൂർത്തിയാക്കിയ ശേഷം ബില്ലിൽ വോട്ടെടുപ്പ് നടന്നു. കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ എംപിമാരായ NK പ്രേമചന്ദ്രൻ, KC വേണുഗോപാൽ എന്നിവരുടെ ഭേദഗതി നിർദ്ദേശങ്ങൾ ശബ്ദ വോട്ടോടെ തള്ളി. ET മുഹമ്മദ് ബഷീർ, K രാധാകൃഷ്ണൻ എന്നിവരുടെ ഭേദഗതികളും തള്ളിപ്പോയി. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി ഒഴികെ ബാക്കി 18 അംഗങ്ങൾ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തതായാണ് സൂചന. പ്രിയങ്ക ഗാന്ധി സഭയിലുണ്ടായിരുന്നില്ല. പുതിയ നിയമം പാസ്സാകുന്നതോടെ മുനമ്പത്തെ താമസക്കാർക്ക് അവരുടെ ഭൂമി തിരിച്ചു ലഭിക്കുമെന്ന് അവകാശപ്പെട്ടാണ് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു ബിൽ അവതരിപ്പിച്ചത്. എന്നാൽ ബിൽ ഭരണഘടനയ്ക്കെതിരെയുള്ള ആക്രമണമാണെന്നും ന്യൂനപക്ഷങ്ങളെ ഉന്നമിട്ടുള്ളതാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. മുസ്ലിങ്ങളുടെ മതകാര്യങ്ങളിലേക്കുള്ള കടന്നുകയറ്റമല്ലെന്നും സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിൽ മാത്രമാണ് ഇടപെടുന്നതെന്നും പ്രതിപക്ഷ ആരോപണങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് റിജിജു പ്രതികരിച്ചു. 1995 വഖഫ് നിയമത്തിലാണ് ഭേദഗതി. ഓഗസ്റ്റിൽ ബിൽ അവതരിപ്പിച്ച ശേഷം സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിടുകയായിരുന്നു. JPCയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പരിഷ്കരിച്ച ബില്ലാണ് ലോക്സഭ പാസാക്കിയത്. പുതിയ ഭേദഗതി നിയമപ്രകാരം മാറ്റം വരുന്നത് 44 വകുപ്പുകളിലാണ്. ആദിവാസി ഭൂമിയും ചരിത്ര സ്മാരകങ്ങളും വഖഫ് ഭൂമിയാക്കാൻ പാടില്ലെന്ന വ്യവസ്ഥകളടക്കം ബില്ലിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. JPC റിപ്പോർട്ടിൽ ശുപാർശകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒപ്പമുള്ള കരട് ബില്ലിൽ ഇതുണ്ടായിരുന്നില്ല. വഖഫ് കൗൺസിലിൽ മുസ്ലിം ഇതര സമുദായത്തിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച NK പ്രേമചന്ദ്രന്റെ ഭേദഗതിയിന്മേൽ പ്രതിപക്ഷം വോട്ടെടുപ്പ് തേടി. വ്യവസ്ഥകളെ എതിർത്ത് പ്രസംഗിച്ച AIMIM നേതാവും ഹൈദരാബാദ് MPയുമായ അസദുദ്ദീൻ ഒവൈസി പ്രതിഷേധ സൂചകമായി ബില്ലിന്റെ പകർപ്പ് കീറി. രാജ്യസഭയിലും പാസായ ശേഷം രാഷ്ട്രപതി കൂടി ഒപ്പുവച്ചാൽ വഖഫ് നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വരും. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.